ശിവപ്രസാദ് ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ വന്നിരിക്കുന്നത് മകം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെ പറ്റിയാണ്. അതായത് 2024 മകം നക്ഷത്രത്തിൻ്റെ വിഷുഫലത്തെ പറ്റിയാണ്. മകം നക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രം എന്ന് പറയുന്നത് വളരെയേറെ അനുഗ്രഹങ്ങളുള്ള ഒരു നക്ഷത്രമാണ്. മകം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളൊക്കെ, അതായത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിലും, അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ജനിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് മകം നക്ഷത്രത്തിൽപ്പെട്ട, അതായത് മകം പിറന്ന മങ്ക എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മങ്കമാർ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അതുപോലെ കുട്ടിക്ക് തന്നെയാണെങ്കിലും വളരെയധികം ഐശ്വര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഈ വർഷവും വളരെ നല്ല ഒരു വിഷുവർഷമായിരിക്കും. അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാനൊക്കെയുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ വിവാഹം ഉറപ്പായിട്ടും അവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ അവർക്ക് ഉറപ്പായിട്ടും നടക്കുന്നതാണ്. അതുപോലെ പ്രണയ സാഫല്യവും ഉണ്ടാകാൻ എന്ന ഒരു വർഷമാണിത്. അതുപോലെ തന്നെ ഇവർ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന, അതായത് ഒരു ക്ഷേത്രത്തിൽ, അതായത് മുരുടേശ്വർ ക്ഷേത്ര ദർശനം ഇവർക്ക് വളരെ കാലമായിട്ട് ആഗ്രഹിച്ച് ഇരുന്നവർക്ക്, അതുപോലെ മുരുടേശ്വർ, തിരുപ്പതി, മൂകാംബിക അതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഉറപ്പായിട്ടും ആ ദർശന ഭാഗ്യം ഉറപ്പായിട്ടും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ധനപരമായിട്ടായാലും നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു ടൈമായിരിക്കും അവർക്ക്. അതായത് വ്യാഴം വളരെ അനുകൂലത്തിലാണ്. അതായത് വ്യാഴം 4-ൽ നിന്ന് വ്യാഴം ഇപ്പോൾ 5-ലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വ്യാഴ അനുകൂലം ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവർ എവിടെ നിൽക്കുന്നുവോ ആ വീട് ഉയർച്ചയിൽ എത്തുന്നതായിരിക്കും. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, പക്ഷേ പെൺകുട്ടികളാണ് ഒത്തിരിയുടെ ബെറ്റർ. അവരെവിടെ നിൽക്കുന്നു, അത് ഭർത്തൃ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ല ഉയർച്ച കൊണ്ടുവരുന്ന ഒരു നക്ഷത്രമായിരിക്കും. പിന്നെ ഇവർ അല്പം മുൻകോപമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ഇവർക്കൊരു പ്രശ്നമായിട്ടുള്ളത്. അതൊന്ന് കുറയ്ക്കാൻ നോക്കുക. അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വൻ വിജയം. അതുപോലെ നല്ല ബുദ്ധിപരമായിട്ട് കുഞ്ഞുങ്ങൾക്കായാലും പഠിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ വൈവാഹിക ജീവിതവും വളരെ ഗുണകരമായിട്ടാണ് കണ്ടുവരുന്നത്. അതുപോലെ കുട്ടിക്കാലത്ത് പല പ്രണയത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇവർക്ക് വളരെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിത്തത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അതുപോലെ തന്നെ അതായത് ആ പഠന സമയത്ത് ഇവർ പ്രണയത്തിലോ അങ്ങനെയൊക്കെ പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രണയം അവർക്ക് സഫലമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുവേ ഉള്ള ഫലം പറഞ്ഞതാണ്. അത് നടക്കണമെന്നില്ല. ഇവർക്ക് വിവാഹത്തിൻ്റെ ടൈമിൽ നല്ലൊരു ജോലി, വിവാഹത്തിൻ്റെ ടൈമിൽ ആവുമ്പോഴേക്കും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ ഇവർ ഫസ്റ്റിലേ നോക്കുക. അതിനുശേഷം അച്ഛനമ്മമാർ പറയുന്ന വിവാഹമോ അല്ലെ അപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിവാഹമോ അപ്പം നമുക്ക് നടത്തുന്നതായിരിക്കും ബെറ്റർ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിനൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ആ സമയത്ത് പോയി അകപ്പെടുന്നതൊന്നും ഇവർക്ക് ശാശ്വതമായിട്ട് വരാറില്ല. അതായത് അതൊക്കെ വെറും പിന്നീട് ആ ടൈം വേസ്റ്റായെന്നേ നമ്മുടെ ജീവിതത്തിൽ തോന്നാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മകം നക്ഷത്രത്തിലെ നക്ഷത്രക്കാർക്ക് ബിസിനസ് ഈ വട്ടം സ്റ്റാർട്ട് ചെയ്യാൻ, ഈ വർഷം വിഷുവർഷം സ്റ്റാർട്ട് ചെയ്യാൻ വളരെ നല്ല ടൈമാണ്. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അതായത് ഒടിവ് ചതവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. അതായത് ശനിയുടെ ഒരു അപഹാരം ഉള്ളതിനാലാണ് ആ കാര്യം അങ്ങനെ പറഞ്ഞത്. വ്യാഴം അനുകൂലത്തിൽ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. ഗ്രഹത്തിൽ പൊതുവേ സമാധാന അന്തരീക്ഷം ആയിരിക്കും. ദാമ്പത്യ സൗഖ്യമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം, അതുപോലെ ദേവിക്ക് ഒരു കുങ്കുമാർച്ചനയും നടത്താൻ പ്രത്യേകം എല്ലാ മാസവും ഇവരുടെ നാളിൻ്റെ അന്ന് തന്നെ നടത്താൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ.